ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ ഭക്തജനങ്ങൾക്കും ഭാഗവത കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ സ്കന്ധം 2 12ാമത്തെ കഥയാണ്. അമ്മയ്ക്ക് ആത്മതത്വം ഉപദേശിച്ച പുത്രൻ. ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ദേവന്മാരെ തോൽപ്പിച്ച് ഭൂമിയിലെ ജലത്തിനടിയിലേക്ക് വഹിച്ചുകൊണ്ടുപോയി. ഭൂമിയെ രക്ഷിക്കാനായി മഹാവിഷ്ണു പന്നിക്കുഞ്ഞിൻ്റെ രൂപത്തിൽ ബ്രഹ്മാവിൻ്റെ നാസികയിലൂടെ വരാഹമൂർത്തിയായി അവതരിച്ചു. നിമിഷ നേരം കൊണ്ട് മൂർത്തി മലയോളം വളർന്നു വെള്ളത്തിലേക്ക് കുതിച്ചു ചാടി ഹിരണ്യാക്ഷനെ തേറ്റകൊണ്ട് കുത്തിക്കൊന്നു. ഭൂമിയെ വീണ്ടെടുത്ത് രക്ഷിച്ചു. രണ്ടുപേരും യഥാർത്ഥ രൂപം ധരിച്ച് വൈകുണ്ഠം പ്രാപിച്ചു. രുചി പ്രജാപതിക്ക് ആകുതി എന്ന സ്ത്രീയിൽ സുയജൻ എന്ന പേരിൽ ഭഗവാൻ ജനിച്ചു. കൂടാതെ ദക്ഷിണ എന്ന മറ്റൊരു സ്ത്രീയിൽ സഹായത്തിനായി സുമയന്മാരെന്ന ദേവന്മാരെയും ജനിപ്പിച്ചു. അതിനുശേഷം ഭഗവാൻ 3 ലോകത്തിലെയും ദുഃഖങ്ങൾ അകറ്റി ഹരി എന്ന പേരിൽ അറിയപ്പെട്ടു. ദേവഹൂതിയുടെയും കർദമ പ്രജാപതിയുടെയും പുത്രനായി കപിലമൂർത്തി അവതരിച്ചു. മൂർത്തിക്ക് 9 സഹോദരിമാരുണ്ട്. യോഗ്യനായ ആ പുത്രൻ അമ്മയ്ക്ക് ആത്മതത്വം ഉപദേശിച്ചു കൊടുക്കുകയും ആ തത്വാനുഭൂതിയിൽ അമ്മ മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. മഹാവിഷ്ണു തൻ്റെ മകനായി പിറക്കണമെന്ന് ആഗ്രഹിച്ചതനുസരിച്ച് അനസൂയയ്ക്ക് അത്രി മഹർഷിയിൽ ദത്താത്രേയൻ അവതരിച്ചു. സൃഷ്ടിയുടെ ആരംഭം. ബ്രഹ്മാവ് മനസ്സുകൊണ്ട് സനകാദികളെ സൃഷ്ടിച്ചു. അവർ 4 പേരും പൂർവകൽപ്പത്തിലെ പ്രളയത്തിൽ നഷ്ടപ്പെട്ട ആത്മജ്ഞാനം വീണ്ടെടുത്തു. ധർമ്മദേവന്റെ ഭാര്യയും ദക്ഷപ്രജാപതിയുടെ മകളുമായ മൂർത്തിയിൽ നരനാരായണന്മാരായി ഭഗവാൻ അവതരിച്ചു. ഇവർ അനേക വർഷം തപസ്സു ചെയ്തു. അക്കാലത്ത് സുന്ദരികളായ അപ്സരസ്സുകൾ അവരുടെ തപസ്സിളക്കാൻ എത്തിയപ്പോൾ ഭഗവാനിൽ നിന്നുണ്ടായ അപ്സര സ്ത്രീകളെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു. തപസ്സിന് യാതൊരു തരത്തിലും ഭംഗം ഉണ്ടായില്ല. അച്ഛൻ്റെ അടുത്തു വെച്ചു തന്നെ ധ്രുവനെ അകറ്റി നിർത്താൻ സുരുചി ശ്രമിക്കുകയും അധിക്ഷേപ വാക്കുകളാൽ അവനെ അപമാനിക്കുകയും ചെയ്തു. അമ്മയായ സുനീതിക്ക് കരയാനേ കഴിഞ്ഞുള്ളൂ. അച്ഛൻ്റെ നിസ്സഹായത ധ്രുവന് സഹിച്ചില്ല. അവൻ തപസ്സു ചെയ്യുവാൻ അവിടെ നിന്നും വനത്തിലേക്ക് പോയി. മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് ധ്രുവന് ശാശ്വതമായ സ്ഥാനം നൽകി അനുഗ്രഹിച്ചു. ആ ദിവ്യസ്ഥാനത്തെ സപ്തർഷികൾക്ക് പോലും താഴെ നിന്നുകൊണ്ട് വന്ദിച്ച് സ്തുതിക്കുന്നു. ധ്രുവന്റെ വംശത്തിൽ പിറന്ന വേനൻ ദുഷ്ടനും അധർമ്മിയും ആയിരുന്നു. അവൻ മരിച്ചപ്പോൾ വേനശരീരം കടഞ്ഞ് മഹർഷിമാർ ഭഗവാനോട് പ്രാർത്ഥിച്ച പ്രകാരം പൃഥുവിന് ജന്മം നൽകി. നരകത്തിൽ പതിക്കാൻ പോകുന്ന രാജാവ് രക്ഷപ്പെട്ടു. പുത്രശബ്ദം അന്വർത്ഥമാക്കി. നാഭിരാജാവിൻ്റെയും പത്നി മേരുദേവിയുടെയും പുത്രനായി ഋഷഭൻ അവതരിച്ചു. അദ്ദേഹം ആത്മരാമനും സാധാരണക്കാരൻ്റെ ദൃഷ്ടിയിൽ ജഡനെപ്പോലെ സന്യാസിയുമാണ്. യജ്ഞത്തിൽ വേദമൂർത്തിയായ ഭഗവാൻ ഹയഗ്രീവൻ എന്ന അസുരനെ കൊല്ലുവാനായി ഹയഗ്രീവ രൂപത്തിൽ അവതരിച്ചു. അസുരനെ കൊല്ലുവാൻ കുതിരത്തലയുള്ളവന് മാത്രമേ കഴിയൂവെന്ന് വരം ലഭിച്ചതിനാലാണ് അങ്ങനെ അവതരിച്ചത്. സത്രത്തിൽ നിന്ന് ആവിർഭവിക്കുകയാൽ ഭഗവാൻ വിശിഷ്ട വേദങ്ങൾ ഏവർക്കും പകർന്നുകൊടുത്തു. ദ്രവിഡ രാജാവായ സത്യവ്രതന്റെ കൈക്കുടന്നയിൽ പ്രളയകാലത്ത് വേദങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് മത്സ്യമൂർത്തിയായി അവതരിച്ച് ജലത്തിൽ സർവത്ര വിഹരിച്ചു. അമൃതിനു വേണ്ടി ദേവന്മാരും അസുരന്മാരും പാൽക്കടൽ കടഞ്ഞപ്പോൾ മന്ദരപർവ്വതം താഴോട്ടു പോകാതിരിക്കാൻ ഭഗവാൻ കൂർമ്മരൂപിയായി അവതരിച്ച് പൃഷ്ഠഭാഗം കൊണ്ട് മന്ദരപർവ്വതത്തെ താങ്ങി നിർത്തി അമൃത് സമ്പാദിച്ചു. ദുഷ്ടനും കരുത്തനുമായ ഹിരണ്യകശിപുവിനെ വധിക്കുന്നതിനു വേണ്ടി മഹാവിഷ്ണു നരസിംഹരൂപമെടുത്ത് പോരാടി ഗദ കൊണ്ട് അടിച്ചു വീഴ്ത്തി. തുടയിൽ പിടിച്ചു കിടത്തി നഖങ്ങൾ കൊണ്ട് ഹിരണ്യകശിപുവിൻ്റെ മാറു പിളർന്ന് കൊന്നു. തടാകത്തിലിറങ്ങിയപ്പോൾ അതിശക്തനായ മുതല ആനയുടെ കാലിൽ പിടിച്ച് അവനെ താഴോട്ട് വലിച്ച് പീഡിപ്പിക്കാൻ ആരംഭിച്ചു. വേദന കൊണ്ട് പുളഞ്ഞ ആന ആത്മരക്ഷാർത്ഥം തുമ്പിക്കൈ ഉയർത്തിപ്പിടിച്ച് ഉറക്കെ കരയാൻ തുടങ്ങി. രക്ഷയില്ല. ആന തുമ്പിക്കൈ കൊണ്ട് തടാകത്തിലുള്ള താമരപ്പൂ പൊട്ടിച്ചെടുത്ത് ആരാധിച്ച് സർവ്വലോകനാഥനെ വിളിച്ചു കേണു. അതുകേട്ട് മഹാവിഷ്ണു ഗരുഡന്റെ പുറത്തു കയറി അവിടെ വന്ന് ചക്രം കൊണ്ട് മുതലയെ കൊന്ന് ഗജേന്ദ്രനെ രക്ഷിച്ചു.
അതിഥിയുടെ മക്കളിൽ ഇളയവനായ വാമനൻ യജ്ഞവേദിയിലെത്തി ധർമ്മിഷ്ഠനായ മഹാബലിയിൽ നിന്നും ദാനമായി 3 അടി കൊണ്ട് ലോകങ്ങൾ അളന്നുവാങ്ങി. ധർമ്മിഷ്ഠന് യാചന കൊണ്ടല്ലാതെ മറ്റൊരു വിധത്തിലും ഐശ്വര്യത്തിൽ നിന്ന് അകലുവാൻ കഴിയില്ല. ശ്രേഷ്ഠനായ വാമനമൂർത്തിയുടെ പാദതീർത്ഥം ശിരസിലണിയാൻ മഹാബലിക്ക് ഭാഗ്യം സിദ്ധിച്ചു. ശുക്രമഹർഷി ശപിച്ചിട്ടും ബലി തൻ്റെ പ്രതിജ്ഞ കൈവിട്ടില്ല. അദ്ദേഹം ഒടുവിലത്തെ അടിവയ്ക്കുവാൻ തൻ്റെ ശിരസ് ഹരിക്ക് സമർപ്പിച്ചു. നാരദന്റെ ഭക്തിയിൽ സംപ്രീതനായ ഭഗവാൻ ആത്മതത്വവും ഭാഗവതവും മഹർഷിക്കും സനകാദികൾക്കും ഉപദേശിച്ചു. ഓരോ മന്വന്തരങ്ങളിലും അവതരിച്ച് ദുഷ്ടരാജാക്കന്മാരെ അമർച്ച ചെയ്ത് മനുവംശത്തെ പുനരുദ്ധരിക്കാൻ തീരുമാനിച്ചു. ഭഗവാൻ ധന്വന്തര രൂപത്തിൽ അവതരിക്കും. രോഗപീഡിതർക്ക് ആശ്വാസം നൽകും. നാമമഹത്വം കൊണ്ട് ദുഃഖം അകറ്റും. ആയുർവേദത്തെ പുഷ്ടിപ്പെടുത്തും. പരശുരാമനായി അവതരിച്ച് ക്ഷത്രിയരെ 21 വട്ടം ദിവ്യായുധം കൊണ്ട് കൊന്നൊടുക്കി പകരം ചോദിച്ചു. ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച് പിതാവിൻ്റെ ആജ്ഞപ്രകാരം പത്നിയോടും അനുജൻ ലക്ഷ്മണനോടും കൂടി ശ്രീരാമചന്ദ്രൻ വനത്തിൽ പ്രവേശിച്ചു. സീതയെ അപഹരിച്ചു കൊണ്ടുപോയ രാവണനെ നിഗ്രഹിച്ചു. ധാരാളം ദുഷ്ടന്മാരെയും രാക്ഷസന്മാരെയും കൊന്നൊടുക്കി രാജ്യത്ത് സമാധാനം സ്ഥാപിച്ചു. ഭൂമിദേവി ഭാരം ചുമന്ന് അവശയായപ്പോൾ ഭാരം നീക്കാൻ ബലരാമനോടൊപ്പം ശ്രീകൃഷ്ണൻ അവതരിച്ചു. സാധുക്കളെ സംരക്ഷിച്ചു. ദുഷ്ടന്മാരെ കൊന്നൊടുക്കി ധർമ്മം പുനഃസ്ഥാപിച്ചു. ഒരു തരത്തിലും അറിയാൻ കഴിയാത്ത മാർഗം സ്വീകരിച്ച് ഭഗവാൻ ദിവ്യപ്രഭാവം പരത്തി പല വിധത്തിലും ലീലകളാടി അത്ഭുത കൃത്യങ്ങൾ ചെയ്തു. കാലഗതിയനുസരിച്ച് ജനങ്ങൾക്ക് ബുദ്ധി കുറയും, ആയുസ്സും. വേദം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വർദ്ധിക്കും. അതിനാൽ സത്യവതീസുതനായ വേദവ്യാസൻ വേദങ്ങളെ ശാഖകളായി വിഭജിച്ചു. സജ്ജനങ്ങൾക്കിടയിൽ പോലും ഭഗവാന്റെ കഥകളും സ്തുതികളും ഇല്ലാതായി തീരും. ശൂദ്രന്മാർ രാജാക്കന്മാരാവുകയും ജനങ്ങൾ നാസ്തികന്മാരായി ഭവിക്കുകയും ചെയ്യുന്നു. കലിയുഗത്തിന്റെ അവസാനത്തിൽ ഭഗവാൻ കലിയെ ശാസിക്കുന്നവനായി കൽക്കി എന്ന പേരിൽ ആവിർഭവിക്കും. യജ്ഞവും ധർമ്മവും ഇല്ലാതാകും. ശ്രേഷ്ഠന്മാരും ജ്ഞാനികളുമായ മുനികൾ ബ്രഹ്മമെന്നു പറയുന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ സർവേശ്വരനും പരാൽപരനുമായ ഭഗവാന്റെ സ്വരൂപം. അത് നിത്യാനന്ദ സ്വരൂപമാകുന്നു. അതിന് ശോകബന്ധമില്ല. ഭഗവാൻ ശ്രേയസ്സു നൽകുന്നു. ശരീരം നശിച്ചാലും അജനായ ആത്മാവ് ആകാശം പോലെ നശിക്കാതെ നിലകൊള്ളുന്നു. മനസ്സ് മായയിൽ കുടുങ്ങി മോഹിക്കാതിരിക്കാൻ ഭഗവാന്റെ ലീലകളെ വർണ്ണിക്കുകയും കേൾക്കുകയും അനുമോദിക്കുകയും ചെയ്യുക. അതിന് ഭാഗവതം ഉപകരിക്കും. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഭാഗവതം വായിക്കുക. അറ്റ്ലീസ്റ്റ് ഈ ഭാഗവത കഥ ഞാൻ വായിക്കുന്നത് കേൾക്കാൻ ശ്രമിക്കുക. അതേപോലെ ഷെയർ ചെയ്യുക. ഒരാളിലേക്കെങ്കിലും നമ്മൾ ഈ ഭാഗവത കഥകളും ഭഗവാന്റെ നാമങ്ങളും എത്തിച്ചു കൊടുത്താൽ അതിൽ പരം സുഹൃതം വേറെ ഒന്നും നമുക്ക് കിട്ടാനില്ല. ബാക്കിയെല്ലാം നമ്മൾ മായയാണ്. അതിൻ്റെ പിന്നാലെ പോയിട്ട് നമ്മുടെ ജീവിതം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും കുറച്ച് സമയമെങ്കിലും ഈ കഥ കേൾക്കാനെങ്കിലും കുറച്ച് സമയം കണ്ടെത്തണം. ഹരേ കൃഷ്ണ. ഇനി നാളെ നമുക്ക് വേറൊരു കഥയുമായിട്ട് വരാം. ഓം നമോ ഭഗവതേ വാസുദേവായ.